ഹലോ അസ്സലാമലൈക്കും നമസ്കാരം. ഓണാശംസകൾ. ഞാൻ കുറച്ച് ഇഞ്ചിക്കറിയാണ് ഇന്ന് വെക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ കാക്കില ഇഞ്ചി നന്നാക്കി എടുത്തിട്ടുണ്ട്, വെള്ളുള്ളി 2 തുടം നന്നാക്കി എടുത്തിട്ടുണ്ട്, പച്ചമുളക് 100 ഗ്രാം നന്നാക്കിയിട്ട് നമുക്കിതൊക്കെ നന്നായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം. അത് എല്ലാം വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് കുറച്ച് വെളിച്ചെണ്ണ ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 100 ഗ്രാം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒരു കൈപ്പിടി വേപ്പില വറുത്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ്. നന്നായിട്ട് വറുത്തതിന് ശേഷം നന്നായിട്ട് മൊരിച്ച് കോരിയെടുക്കണം. അതല്ലെങ്കിൽ ഇഞ്ചിക്കറി പുറത്ത് വെച്ചാൽ ചീത്തയാവും. ഇത് ഇങ്ങനെ മൊരിച്ച് കോരിയെടുത്താൽ ഒരുപാട് ദിവസം കേടുകൂടാതിരിക്കും. അപ്പം നമുക്ക് നന്നായിട്ടിത് മൊരിച്ച് കോരി അതിന് ശേഷം എല്ലാം കൂടി ഒന്നിച്ചിട്ടതിന് ശേഷം നമുക്ക് ഒരു മിക്സർ ജാറിൽ ഇത് പൊടിച്ചെടുക്കേണ്ടതാണ്. അപ്പം നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് വറുത്ത് കോരിയെടുക്കാം. അങ്ങനെ ഞാൻ ഇഞ്ചി വറുത്ത് കോരി വന്നിട്ടുണ്ട്. രണ്ടാം വട്ടം നമുക്ക് പച്ചമുളക് വെള്ളുള്ളി വറുത്ത് കോരിയെടുക്കാം. ഇതുപോലെ ചോക്ക വറുത്ത് കോരിയെടുക്കാം. അത് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് 100 ഗ്രാം പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് നന്നായിട്ട് മൊരിച്ച് കോരിയെടുക്കാം. പിന്നെ കൂടുതൽ മുളക് പൊടി ഇതിൽ ചേർത്തൊന്നുമില്ല, കുറച്ച് മുളക് പൊടി ചേർത്തുള്ളൂ. മുളകിൻ്റെ എരിവും ഇഞ്ചിയുടെ എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുക്കുന്നുണ്ട് ഞാൻ. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയിൽ തന്നെ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകിട്ടതിന് ശേഷം ഞാൻ ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ടിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂണ്, 3/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 100 ഗ്രാം പുളി വെള്ളത്തിൽ വെച്ച് കുതിർത്തിയത്, 100 ഗ്രാം ശർക്കര ഉരുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഇഞ്ചി പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 1 സ്പൂണ് ഉലുവ പൊടിച്ചതും 1 സ്പൂണ് കായം പൊടിച്ചിട്ട് കൊടുത്ത് നമ്മൾ ഇഞ്ചി പൊടിച്ചതിൽക്കിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെ അടിപൊളി ഒരു ഇഞ്ചിക്കറി നമുക്ക് ഇരിക്കുന്നത്. അങ്ങനെ നമുക്ക് നന്നായി മധുരം വേണ്ടിയവർക്ക് പിന്നെ വേണമെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ 100 ഗ്രാം ശർക്കര മാത്രമേ ചേർത്തുന്നുള്ളൂ. എന്നാൽ ആവശ്യത്തിന് ഞങ്ങൾക്ക് നല്ല മധുരം ഉണ്ടായി കൂടുതൽ മധുരം വേണ്ടിയവർക്ക് കൂടുതൽ ചേർത്താൽ മതി. അങ്ങനെ നമ്മൾ അടിപൊളി ഇഞ്ചിക്കറി തയ്യാറായിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്ക് കോരിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറി ഒരു പാത്രത്തിൽ ഞാൻ സെർവ് ചെയ്ത് കാണിക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ.